എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു യൂണിഫോം ട്രൗസറിൻ്റെ കട്ടിങ്ങാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ കാണിക്കുന്നുണ്ട്. അതായത് ബാൻഡ് വെച്ചിട്ടും തയ്ക്കാം, അതേപോലെ എലാസ്റ്റിക് വെച്ചിട്ടും തയ്ക്കാം. അപ്പോൾ ഇതിൽ തുണിയുള്ളത് 45 സെൻറ്റിമീറ്ററാണ്, വീതി 60 ഇഞ്ചുണ്ട്. ഇതൊരു 5-6 വയസ്സ് പ്രായമുള്ള കുട്ടിക്കുള്ള ട്രൗസറാണ്. ഇതേപോലെ നമുക്ക് ഈ ഫോൾഡിങ് ഭാഗത്തുനിന്ന് നമുക്കിതിൻ്റെ ഫ്രണ്ട് പോർഷനും അതേപോലെ ഇവിടെ നിന്ന് ബാക്കും കട്ട് ചെയ്യാം. ഈ കരഭാഗം വേണമെങ്കിൽ നമുക്കിതിൻ്റെ ബാൻഡിന് ഉപയോഗിക്കാം. ആദ്യം ഇതേപോലെ ഒന്ന് സ്ട്രൈറ്റ് ആക്കുക. അപ്പോൾ ഇനി ഇതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് നോക്കാം. ഇത് വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. 1 ഇഞ്ച് ഇതേപോലെ ഈ മാർക്കിൽ വയ്ക്കുക. കാരണം നമ്മൾ 1.5 ഇഞ്ച് വീതിയിലാണ് ബാൻഡ് കൊടുക്കുന്നത്. ഇവിടെ ഒരു 1/2 ഇഞ്ച് തയ്യത്തുമ്പും പോവും. പിന്നെ 12.5 ഇഞ്ച് ഇറക്കം വയ്ക്കുക. 2.5 ഇഞ്ച് നമുക്കിവിടെ ബോട്ടം മടക്കിയടിക്കാൻ വേണ്ടി മാർക്ക് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ സീറ്റിൻ്റെ 4-1 ഭാഗം, സീറ്റ് 26 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 13, 13ൻ്റെ പകുതി 6.5, അതൊന്ന് ഇവിടെ മാർക്ക് ചെയ്യുക. സീറ്റിൻ്റെ 12-1 ഭാഗം, ഏകദേശം 2 ഇഞ്ചും 1 പോയിൻറ്റും അത്രയും മതി, 2.25 വരില്ല. അതിവിടെ ഒന്ന് മാർക്ക് ചെയ്യുക. ഇതെല്ലാം ഒന്ന് സ്ട്രൈറ്റ് ലൈൻ ആക്കുക. ഇതൊരു 1/2 മീറ്റർ എടുത്താൽ ധാരാളം, അല്പം ഇറക്കം കൂടുതൽ വേണമെങ്കിൽ 1/2 മീറ്റർ എടുത്താൽ മതി. ഇനി നമുക്കിതിൻ്റെ അരവണ്ണം വേണ്ടത് 22 ഇഞ്ചാണ്. ഇതിൻ്റെ 4-1 ഭാഗം 5.5 ഇഞ്ച് വരും. 5.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇതിലൊരു സിംഗിൾ പ്ലേറ്റ് കൊടുക്കുന്നുണ്ട്, അതിനൊരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്യാം. 1.25 1 ഇഞ്ചോ കൊടുക്കാം. ഇത് ഞാൻ 1.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം 2 സൈഡിലേക്കും കൂടെ തയ്യത്തുമ്പ് ഒരു 3/4 ഇഞ്ച്. അപ്പോൾ ആകെ 7.5 ഇഞ്ച് വരും. ഈ 7.5 ഇഞ്ച് ഇവിടെ താഴേക്ക് മാർക്ക് ചെയ്യുക. സീറ്റിൻ്റെ 4-1 ഭാഗമാണ് ഇതിൻ്റെ ക്രോച്ച് ലെങ്ത്ത്. ഇനി ഇങ്ങോട്ട് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ആകെ വരുന്നത് 9 ഇഞ്ചാണ്. ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. ഇത് സ്ട്രൈറ്റ് ലൈൻ ആക്കുക. ഇവിടെ നമുക്ക് ഷേപ്പ് വരയ്ക്കാം. ചെറിയൊരു ഷേപ്പ് കൊടുത്താൽ മതി ഫ്ലൈൻ്റെ ഇവിടെ. അപ്പോൾ ഇതിൻ്റെ കാലൂസ് വേണ്ടത് 16 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 8 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ പാൻറ്റ് തയ്ക്കുന്ന പോലെ 4 ഇഞ്ച് അങ്ങോട്ടോ 4 ഇഞ്ച് ഇങ്ങോട്ടും മാർക്ക് ചെയ്യുന്നില്ല. ഇവിടെ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോഴാണ് നമുക്ക് തയ്ക്കാൻ എളുപ്പമാവുള്ളൂ. അതിനുശേഷം ഇത് ഇതേപോലെ വരയ്ക്കുക. ഇങ്ങോട്ടൊരല്പം ക്രോസ് വരയ്ക്കുക. ഇനി ഇവിടെ നമ്മളൊരു 1.25 ഇഞ്ച് ഫ്ലീറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് വന്നിട്ട് ഇങ്ങനെയാണ് വരിക. ചെറിയ ട്രൗസർ ആയതുകൊണ്ട് നമുക്ക് ഒരു പ്ലേറ്റ് വെച്ചാൽ മതി. അതുപോലെ ഇവിടെ വന്നിട്ട് ക്രോസ് പോക്കറ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 1.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇറക്കം ഒരു 5 ഇഞ്ച് മതി. ഒരു 5.5 ഇഞ്ചിൽ ഒരു മാർക്ക് ചെയ്യുക. ഇവിടെ 5.5 ഇഞ്ചിൽ മാർക്ക് ചെയ്താൽ മതി. നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് അടിക്കാം. എന്നിട്ട് ഇവിടെ ഒരു കട്ടിങ് കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് ഇറക്കം കിട്ടും. ഇതുപോലെ കട്ടിങ് കൊടുത്താൽ മതി. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഒരു അടയാളം ഇടുക. അതുപോലെ ഈ സെൻറ്റർ പ്ലേറ്റിൻ്റെ ഇവിടെ ഒന്ന് ഇടുക. ഈ 1.25 ഇഞ്ചിൽ ഒരു മാർക്ക് ചെയ്യുക. ഇവിടെ ഒരു അടയാളം ഇടുക. അതിനുശേഷം നമുക്ക് ഇതിങ്ങനെ വയ്ക്കുക. ഇവിടെ കുറച്ച് കൂടുതൽ തുണി വേണം. ഇനി ഇവിടെ ഒരു 2 ഇഞ്ച് അധികം വയ്ക്കുക. ഇവിടെ 1.5 ഇഞ്ച് മതി. ഇവിടെ 1.5 ഇഞ്ച് മതി. ഇവിടെ നേരെ സ്ട്രൈറ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഒരു 1.5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ പോയിൻ്റിൽ നിന്ന് ഇതേപോലെ വരയ്ക്കുക. നമുക്ക് അരവണ്ണം വേണ്ടത് 5.5 ഇഞ്ചാണ്. 1 ഇഞ്ച് ബാക്കിലൊരു ടക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ഇഞ്ച് ബാക്കിൽ ഇങ്ങോട്ടുള്ള തയ്യെത്തുമ്പോൾ ഒരു 2 ഇഞ്ച് കൊടുക്കാം.
സീറ്റ് വന്നിട്ട് 26 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 13, അതിൻ്റെ പകുതി 6.5. 6 ഇഞ്ച് കൂടെ ഒരു 1.5 ഇഞ്ച് നമുക്ക് ഇവിടെ എക്സ്ട്രാ കൊടുക്കാം. അപ്പോൾ 1.5 ഇഞ്ച് ലൂസിന് കൊടുക്കാം. അപ്പോൾ 6, 7, 8 ഈ ഭാഗത്തേക്ക് ഒരു 1/2 ഇഞ്ച് തയ്യത്തുമ്പ്. അപ്പോൾ ഈ തയ്യത്തുമ്പ് കഴിഞ്ഞിട്ട് ഇവിടെ 8 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഒരു 3/4 ഇഞ്ച് ബാക്കിലത്തെ തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക. എന്നിട്ട് അരവണ്ണത്തിൻ്റെ 4 ഭാഗം 5.5 ഇഞ്ച് വരും. 5.5 1 ഇഞ്ച് ടെക്ക് 6.5. ഈ ഭാഗത്തേക്കുള്ള തയ്യത്തുമ്പും കൂടെ വേണം. അപ്പോൾ 7 ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്യണം. എന്നിട്ട് ഇവിടെ നിന്ന് ഇതിലേക്ക് വരയ്ക്കുക. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിന്ന് ഇതേപോലെ വരയ്ക്കുക. ഇതേപോലെ തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക. ഇവിടെ തയ്യത്തുമ്പ് ആവശ്യമില്ല, ഇതിലേക്ക് ഈ പോയിന്റിലേക്ക് തന്നെ വരച്ചാൽ മതി. ഇവിടെ നമ്മൾ ഇതിനൊപ്പമാണ് തയ്ക്കുന്നത്. അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇവിടുന്ന് ഈ 2 പീസ് കട്ട് ചെയ്ത് നമുക്ക് ബാൻഡ് എടുക്കാം. പോക്കറ്റിൻ്റെ മൗത്തെല്ലാം വയ്ക്കാൻ വേണ്ടിയിട്ടും ഫ്ലൈ അടിക്കാനൊക്കെ ഇത് ഉപയോഗിക്കാം. 1/2 മീറ്റർ ഉണ്ടെങ്കിൽ ധാരാളമായി. അപ്പോൾ ഇതേ അളവിലുള്ള ട്രൗസറിൽ ബാക്ക് എലാസ്റ്റിക് വെച്ചിട്ട് എങ്ങനെ തയ്ക്കാമെന്നും കൂടെ നോക്കാം. അപ്പോൾ ഫ്രണ്ട് പോർഷൻ നമുക്ക് ഇത് തന്നെ എടുക്കാം. ബാക്ക് മാറ്റി വയ്ക്കാം. ഈ തുണിയിൽ തൽക്കാലം കാണിക്കാം. ഇതേപോലെ വയ്ക്കുക. അതിനുശേഷം ഇവിടെ മാർക്ക് ചെയ്യുക. ഇവിടെ വന്നിട്ട് നമുക്ക് ഈ ഫ്ലൈയും കൂടെ ചേർത്ത് മുകളിലേക്ക് മാർക്ക് ചെയ്യാം. അതുപോലെ മുകളിലേക്ക് ഒരു 3.5 ഇഞ്ച് ഇതേപോലെ എക്സ്ട്രാ കൊടുക്കുക. ഇങ്ങോട്ട് നേരത്തെ പോലെ തന്നെ 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി ഇവിടെ ഈ ക്രോച്ച് ലെങ്ത്തിൽ അല്പം വ്യത്യാസപ്പെടുത്താണ്ട് ഇവിടെ 1 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെയാണ് ഇതിൻ്റെ ഫ്ലൈ വരയ്ക്കേണ്ടത്. ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ ബാക്കിൽ വന്നിട്ട് ഫ്രണ്ടിനെക്കാട്ടിൽ ഒരു 1.5 ഇഞ്ച് മുകളിലേക്ക് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഇതിൽ വയ്ക്കുന്നില്ല. ഇവിടെ നമ്മൾ എലാസ്റ്റിക് സ്ട്രൈറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ട്രൗസർ ഇറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്രോച്ച് ലെങ്ത് അല്പം കൂടെ കൂടുതൽ വയ്ക്കുക, 1 ഇഞ്ച് കൂടുതൽ വയ്ക്കുക. അപ്പോൾ ഈ 2 വ്യത്യാസമാണ് വരുത്താനുള്ളത്. ബാക്കിയെല്ലാം ഇതേ അളവ് തന്നെ വെച്ചാൽ മതി. ഇത് കട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ബാൻഡ് വെച്ചിട്ടും എലാസ്റ്റിക് വെച്ചിട്ടും തയ്ക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.